രാജ്യാന്തര വാർത്തകളുടെ സമയം. ജെയിംസ് സാറിന്റെ സമയം. ജെയിംസ് സാർ, ഗുഡ് മോർണിംഗ്. ഹാഷ്മി, ഗുഡ് മോർണിംഗ്. അമൃത, ഹായ്. ഗുഡ് മോർണിംഗ് സാർ. ഇന്നെങ്ങനെയാണ് സാർ, എന്തൊക്കെ പല തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്? ഈ കുവൈറ്റിൽ നിന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട് വീണ്ടും അവിടെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നു. ലെബനോനിലേക്ക് കടന്നു കയറി അല്ലേ? അതെ, 26 വർഷത്തിന് ശേഷം ബിയു ഫോർട്ട് കോട്ട പിടിച്ചടക്കി എന്നൊക്കെ അറിയുന്നുണ്ട്. എന്തൊക്കെയാണ് സാർ പ്രധാനപ്പെട്ട വാർത്തകൾ? അമൃത, ഹാഷ്മി, ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വാർത്തകൾ അനുസരിച്ച് ലെബനോനിൽ ഇസ്രായേൽ സൈന്യം മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ലിത്താനി നദി കടന്ന് ലെബനോന്റെ താഴ്വരകൾ, മനോഹരമായിട്ടുള്ള ലെബനീസ് താഴ്വരകളിലൊക്കെ തീമഴ പെയ്യ്ക്കുകയാണ് ഇസ്രായേൽ സേന എന്നാണ് മനസ്സിലാക്കുന്നത്. എന്ന് മാത്രമല്ല, 2000-ൽ ഇസ്രായേൽ നേരത്തെ 1982-ൽ പിടിച്ചെടുത്തതാണ് ഈ ബിയു ഫോർട്ട് എന്ന കോട്ട. അതൊരു കാസിലും കൂടിയാണ്. വളരെ 900 വർഷമുള്ള കോട്ട ഇസ്രായേൽ സേന ഈ മണിക്കൂറുകളിൽ പിടിച്ചെടുത്തു എന്ന വാർത്തയാണ് പ്രധാനമായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് 82-ൽ പിടിച്ചെടുത്തു. 2000 വരെ ഇസ്രായേലിൻ്റെ കയ്യിലായിരുന്നു. 2000-ലാണ് വെടിനിർത്തലിൻ്റെയൊക്കെ ഭാഗമായിട്ട് അത് വിട്ടുകൊടുത്തത്. ആ കോട്ടയിലേക്ക് കയറിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഏതാണ്ട് 15 കിലോമീറ്റർ ലെബനോന്റെ മേഖലയിലേക്ക് കടന്നു കയറിയിരിക്കുന്നു എന്ന് തന്നെയാണ്. ലിത്താനി നദി 30 കിലോമീറ്റർ ദൂരെയാണ്. ലിത്താനി നദിയും കടന്ന് ആക്രമണം മുന്നോട്ട് പോകുന്നു. 12 ലക്ഷത്തോളം പേരാണ് ലെബനിൽ നിന്ന് ഓടിപ്പോയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യാഘാതം എന്ന് പറയുന്നത് ഇറാനും അമേരിക്കയും തമ്മിൽ നടക്കുന്ന സമാധാന ചർച്ചകൾ വഴിമുട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അത് മുന്നോട്ട് പോകാൻ വല്ലാത്ത തരത്തിലുള്ള തടസ്സം വന്നിരിക്കുന്നു. അതിനിടയിൽ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ രാജിവെച്ചു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടുത്തെ പരമോന്നത നേതാവ് മൊയ്സ്തബ ഖമനായിക്ക് രാജിക്കത്ത് കൊടുത്തു. അദ്ദേഹം മിതവാദിയാണ്. തീവ്രവാദി സ്വഭാവമുള്ള ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് അവിടെ അധികാരം പിടിച്ചെടുക്കുകയും ഞങ്ങൾക്ക് പ്രസിഡന്റിനും അതുപോലെ വിദേശകാര്യമന്ത്രി തുടങ്ങിയവർക്കൊന്നും വലിയ റോളില്ല എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ വന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇറാനിൽ ഭരണത്തിൻ്റെ പേരിൽ വലിയ സംഘർഷം നടക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. എന്തായാലും ഇറാൻ ഭരണകൂടം ഇത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ രാജിക്കത്ത് നൽകിയെന്നത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറാനിയൻ ഇന്റർനാഷണൽ മീഡിയ ആണ്. അതിനെ കോട്ട് ചെയ്തുകൊണ്ട് ഫോക്സ് ന്യൂസ് അടക്കം അമേരിക്കൻ മാധ്യമങ്ങളും ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ശരിയാണെങ്കിൽ ഇത് വല്ലാത്ത തരത്തിൽ ഇറാന്റെ മുന്നോട്ട് പോക്കിനെ ബാധിക്കും. കാരണം മിതവാദിയായിട്ടുള്ള മസൂദ് പെസസ്കിയാൻ നേരത്തെ കൊല്ലപ്പെട്ട പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനായിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചാണ് പ്രസിഡന്റ് ആയത്. അപ്പോൾ ഭൂരിപക്ഷം ജനതയുടെ വികാരമായിട്ടാണ് പ്രസിഡന്റ് അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം രാജിവെച്ചു എന്ന് പറയുമ്പോൾ ആ ഭരണകൂടത്തിനുള്ളിലെ അതിശക്തമായിട്ടുള്ള എതിർപ്പുകളാണ് പുറത്തു വരുന്നത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.